പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. ഇവൾ ഒരു മാലാഖ. രാത്രി 3 മണിയായിരുന്നു. മഴ പെയ്തുകൊണ്ടേയിരുന്നു. ആശുപത്രിയിലെ ICUവിന് മുന്നിൽ ആശങ്കയോടെ ഇരുന്ന ആളുകളുടെ മുഖങ്ങളിൽ ഭയവും പ്രതീക്ഷയും കലർന്നിരുന്നു. അപ്പോഴാണ് വെളുത്ത യൂണിഫോമിൽ ഓടിയെത്തിയ സിമി വീണ്ടും വീണ്ടും രോഗികളുടെ അടുത്തേക്ക് പാഞ്ഞത്. ഒരു കുഞ്ഞിന് മരുന്ന് കൊടുക്കണം, മറ്റൊരാൾക്ക് ഓക്സിജൻ ശരിയാക്കണം, മറ്റൊരാളുടെ കൈ പിടിച്ച് ധൈര്യം നൽകണം. സിസ്റ്റർ, എൻ്റെ അച്ഛൻ രക്ഷപ്പെടുമല്ലോ? കരഞ്ഞുകൊണ്ട് ചോദിച്ച പെൺകുട്ടിയുടെ തോളിൽ സ്നേഹത്തോടെ കൈവച്ച് സിമി പറഞ്ഞു, ഭയപ്പെടേണ്ട മോളെ, ഡോക്ടർ നോക്കുന്നുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്. അവളുടെ കണ്ണുകളിൽ ഉറക്കമില്ലായ്മയുടെ ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മറച്ചു വച്ചൊരു പുഞ്ചിരി മാത്രം മുഖത്ത് കാണാം. ആ സിമിയെയാണ് വീട്ടിൽ ഷാജി ഒരിക്കലും മനസ്സിലാക്കാത്തത്. എപ്പോഴും ആശുപത്രി, വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല, അവൻ കുറ്റപ്പെടുത്തി. രാവിലെ പ്രായമായ അമ്മച്ചിക്ക് മരുന്ന് കൊടുക്കുന്നതും കുട്ടികളെ സ്കൂളിൽ വിടാൻ തയ്യാറാക്കുന്നതും ഭക്ഷണമുണ്ടാക്കുന്നതും എല്ലാം സിമി തന്നെയായിരുന്നു. അതിനുശേഷം മണിക്കൂറുകളോളം ആശുപത്രിയിൽ ജോലി. രാത്രിയാകുമ്പോൾ ക്ഷീണിച്ച് വീട്ടിലെത്തും. പക്ഷേ ഷാജിക്ക് അവളുടെ ക്ഷീണം കാണാനായിരുന്നില്ല. ഇതൊക്കെ എന്ത് ജോലി, ശമ്പളം കിട്ടുന്നില്ലേ? അവൻ്റെ വാക്കുകൾ സിമിയുടെ ഹൃദയം മുറിപ്പെടുത്തി. ഒരു ദിവസം പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ തുടങ്ങുന്ന നേരത്താണ് ഷാജിയുടെ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നത്. ഉടൻ സിമിയുടെ ഹോസ്പിറ്റലിൽ അച്ഛനെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ ചികിത്സ തുടങ്ങി. സിമി ഡോക്ടറെ കണ്ട് പ്രത്യേക ലീവ് വാങ്ങി അച്ഛനരികിൽ തന്നെ ഇരുന്നു. തൻ്റെ അച്ഛനോടെന്ന പോലെയുള്ള വാത്സല്യമുള്ള അച്ഛൻ. ഒരു നേഴ്സിന് മാത്രം കഴിയുന്ന സ്നേഹപരിചരണങ്ങളോടെ അവൾ അച്ഛനെ നോക്കി. മരുന്ന് സമയത്ത് കൊടുത്തു, ബ്ലഡ് പ്രഷർ പരിശോധിച്ചു, ഉറങ്ങാതെ ശ്രദ്ധിച്ചു. ഭയം തോന്നുമ്പോൾ കൈ പിടിച്ച് ആശ്വസിപ്പിച്ചു. അവളെ നോക്കി ഷാജി മിണ്ടാതിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന മറ്റ് നേഴ്സുമാരെയും അവൻ ശ്രദ്ധിച്ചു. ഒരാൾ സ്വന്തം കുഞ്ഞിൻ്റെ പിറന്നാൾ പോലും ആഘോഷിക്കാതെ ഡ്യൂട്ടിക്കെത്തിയിരുന്നു. മറ്റൊരാൾ മണിക്കൂറുകളായി വെള്ളം പോലും കുടിക്കാതെ രോഗികളെ നോക്കിക്കൊണ്ടിരുന്നു. മറ്റൊരു നേഴ്സ് മാനസികമായി തളർന്ന ഒരു രോഗിയെ അമ്മയെപ്പോലെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ആദ്യമായി ഷാജി മനസ്സിലാക്കി, നേഴ്സുമാർ വെറും മരുന്ന് കൊടുക്കുന്നവരല്ല, ജീവൻ കൈവിടാതെ പിടിച്ചു നിർത്തുന്നവരാണ്. രോഗികളുടെ വേദനയും കുടുംബങ്ങളുടെ കണ്ണീരും ഭയവും മരണത്തിൻ്റെ നിഴലും എല്ലാം ദിവസവും നേരിട്ട് കണ്ടിട്ടും തകർന്നു പോകാതെ മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്നവർ. അടുത്ത ദിവസം ഷാജിയുടെ അച്ഛൻ കണ്ണു തുറന്നു. സിമിമോളില്ലായിരുന്നെങ്കിൽ ഞാൻ ആ രാത്രി കടക്കില്ലായിരുന്നു, അച്ഛൻ വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ നിമിഷം ഷാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ പതിവ് പോലെ സിമി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. അന്ന് ഷാജി അവളുടെ കൈ പിടിച്ചു. മതി സിമി, ഇനി നീ ഒന്നിരിക്കുക, കുറച്ചു നേരം കിടക്ക. അവൾ അത്ഭുതത്തോടെ നോക്കി. ആദ്യമായി അവൻ അവളുടെ ക്ഷീണിച്ച കൈകളെ ശ്രദ്ധിച്ചു. ഉറക്കമില്ലാത്ത കണ്ണുകൾ, എത്രയോ ആളുകളുടെ വേദന താങ്ങിയ ഒരു മനസ്സ്. ക്ഷമിക്കണം, ഷാജിയുടെ ശബ്ദം വിങ്ങി. നിന്നെ ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. നീ എത്രയോ ആളുകളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. സിമിയുടെ കണ്ണുകൾ നനഞ്ഞു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരും വിതുമ്പി.